പരാതി ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. പിന്നെ നമ്മൾ സംസാരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ ലൈംഗിക പീഡന പരാതികളാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെ നയിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. നമുക്ക് 6 ലക്ഷം കോടി കടം 2026 മാർച്ചോടുകൂടെ നമ്മൾ 6 ലക്ഷം കോടി കടത്തിലെത്തുന്ന മനുഷ്യരാണ്. നമ്മളുടെ ചൂരൽമല ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. 16,000-ഓളം എയ്ഡഡ് അധ്യാപകർക്ക് സാലറി കിട്ടില്ല. നമ്മുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന പെൺകുട്ടികളുടെ പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന പെൺകുട്ടികളുടെ പ്രശ്നവുമുണ്ട്. അഡ്വക്കേറ്റ് വിമല ബിനു, താങ്കൾ ഒരു കേസ് എടുക്കുമ്പോൾ, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ BJP-യുടെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കേസുകൾ എടുക്കുന്ന ആളാണ് താങ്കളെന്ന്. അപ്പോൾ താങ്കൾ ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ താങ്കൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും പരിഗണിക്കുക. അതായത് സാമൂഹിക പ്രസക്തിയുള്ള വിഷയമാണോ, പൊതു താല്പര്യത്തിന് ഉതകുന്നതാണോ, രാഷ്ട്ര നന്മയ്ക്ക് ചേരുന്നതാണോ, രാഷ്ട്രീയത്തിന്റെ മൂല്യവ്യവസ്ഥിതിക്ക് യോജിക്കുന്നതാണോ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും താങ്കൾ കേസുകൾ എടുക്കുന്നത്, അല്ലെ അഡ്വക്കേറ്റ് വിമല ബിനു? ഇവിടെ സ്ത്രീകൾ, നിസ്സഹായ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പെൺകുട്ടിയുടെ നോക്കൂ ഞാൻ പറയട്ടെ മെറ്റീരിയലായ, കണ്ടന്റായ, മെറിറ്റോറിയസ് ആയ കേസ് ഇന്നലെ വേടന്റെ കേസിൽ ഞാനാണ് പരാതിക്കാരിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. കോടതി എന്നോട് ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മെറ്റീരിയൽ എവിഡൻസസ് എവിടെ? നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റുകളോ ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ മാഗസിനുകളിൽ വന്ന റിപ്പോർട്ടുകളോ ഒന്നും ഈ കോടതിക്ക് മുമ്പിൽ ഒരു വിഷയമല്ല. നിങ്ങളറിയാം, നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത പുറത്തുവിട്ടതാണ്. ഈ കോടതിക്ക് മുമ്പിൽ വിഷയം വാട്ട് ഈസ് ദ മെറ്റീരിയൽ കോജന്റ് എവിഡൻസ് ദാറ്റ് യു ഹാവ് താങ്കളുടെ നിലപാട് ഹൂ കെയേഴ്സ് എന്നാണോ? ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിൽ അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറയട്ടെ, ഇത്തരത്തിലൊരു പരാതി വന്ന് 12 മണിക്കൂർ ഒരു പകൽവട്ടം മായുന്നതിന് മുമ്പ് ആ വ്യക്തി ആ സ്ഥാനത്ത് നിന്ന് മുഖം നോക്കാതെ നടപടിയെടുത്ത് മാറ്റിയ ഒരു